ഇതിപ്പോൾ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാടാനപ്പള്ളിയിലുള്ള അതിൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ക്രാബ് ഫാറ്റനിങ് യൂണിറ്റ് ആണ്. ഇതിൽ ഏകദേശം 47 ഞണ്ടുകളെ വളർത്താൻ പറ്റിയ യൂണിറ്റാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ കാണുന്നതിൽ 27 എണ്ണം ക്യാനുകളിലായിട്ടും ബാക്കി 20 എണ്ണം PVC പൈപ്പിലുമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ കാണുന്ന യൂണിറ്റ് ഏകദേശം റൺ ആവാൻ തുടങ്ങിയിട്ട് 9 മാസത്തോളമായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിന്റെ ഫിൽട്രേഷൻ സിസ്റ്റത്തിനെ പറ്റി നോക്കാം. ഈ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റിൽ ടാങ്കാണ്. നമ്മുടെ ക്രാബ് ബോക്സിലെ വെള്ളം ഡ്രെയിൻ ആയിട്ട് ഫസ്റ്റ് വന്ന് വീണ ടാങ്ക് കണ്ടത്. ഇതിലൊരു അരിപ്പ വെച്ചാണ് ക്രാബിന്റെ ലെഫ്റ്റ് ഓവർ ഫീഡ് വന്ന് വീണത്. ഒരുതം വലിയ പാർട്ടിക്കിൾ മാത്രമേ നമുക്ക് ഇതിൽ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കൂടാതെ ഇതിലൊരു ബയോസ്പോഞ്ചും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു സബ്മേഴ്സിബിൾ പമ്പ് യൂസ് ചെയ്തിട്ട് അടുത്ത മെക്കാനിക്കൽ ഫിൽറ്ററിലോട്ട് വിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് അടുത്ത മെക്കാനിക്കൽ ഫിൽറ്റർ. ഈ കാണുന്ന ഫിൽറ്ററിലാണ് നമുക്ക് കുറച്ചും കൂടി ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഫിൽറ്ററിന്റെ ഉള്ളിൽ ഏകദേശം ബയോ ഫിൽറ്റർ മീഡിയാസും പിന്നെ സാൻഡും മെറ്റലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. നമ്മൾ അടുത്തായിട്ട് കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബയോ ഫിൽറ്റർ ആണ് കേട്ടോ. ഇതിൽ യൂസ് ചെയ്തേക്കണ MBBR മീഡിയാസ് ആണ്. ഈ കാണുന്ന MBBRനെ എയറേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ടോക്സിക് ആയിട്ടുള്ള അമോണിയനെ ടോക്സിക് ആയിട്ടുള്ള നൈട്രൈറ്റ് ആയിട്ടും പിന്നീട് ടോക്സിക് അല്ലാത്ത നൈട്രേറ്റ് ആയിട്ടും മാറ്റുന്നത്. പിന്നെ ഈ സിസ്റ്റത്തിൽ ഒരു ഡിസ്ഇൻഫെക്ഷൻ യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഓസോൺ ആണ്. ഈ ഫാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ ഫാമിന്റെ ഓണർ ആയിട്ടുള്ള അതുലിന്റെ നമ്പർ ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം.